ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ചാച്ചൻ്റെ ഫ്രണ്ട് ഇന്ന് നമ്മളെ പെരുന്നാൾ വിളിച്ചേക്കുവാണ്. അപ്പം നമ്മൾ പെരുന്നാളിന് പോയിട്ട് വരാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. കുഞ്ഞാവ ആൻഡ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ചാച്ചൻ എന്തോ കാറെടുത്ത് പോവാം. അങ്ങനെ ഞങ്ങൾ അമ്മയും ലച്ചുവിനെയൊക്കെ പിക്ക് ചെയ്യാനായിട്ട് വന്നു കേട്ടോ. അവർ മേലെ റോഡിലോട്ട് കയറി നിന്നു. സമയം പോയായിരുന്നേ. അപ്പോൾ ഇക്ക നേരത്തെ 12 മണിക്കേ എത്തണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്തിരി ലേറ്റായിപ്പോയേ. അങ്ങനെ അവർ മേലെ റോഡിലോട്ട് കയറിയെന്ന് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കയുടെ വീട് മഞ്ഞപ്പാറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു അരമണിക്കൂറോളം ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരുടെ വീട്ടിലെത്തിയ പാടെ നമ്മുടെ കുഞ്ഞാവ അങ്ങ് ഉറങ്ങി കേട്ടോ. അവളെ കട്ടിലെ കൊണ്ട് കിടത്തിയത് അവൾ ഉണർന്ന് കണ്ണും തുറന്ന് കിടപ്പായി കേട്ടോ. അങ്ങനെ അവളെ ജാനി കളിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെന്ന പാടെ ഞങ്ങൾക്ക് അടിപൊളി ഒരു തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് വന്നിട്ട് അടിപൊളിയായിരുന്നേ. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമാവ പിന്നെ ഉറങ്ങിയതേ ഇല്ല. അവൾ കണ്ണും തുറന്ന് ജാനിയിലൂടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇക്കയുടെ മോള്. അവൾ വലിയ കാര്യം കേട്ടോ. അവൾ ക്യാമറയിൽ വരരുതെന്നും പറഞ്ഞ് ഓടിയതാണ്. എന്നാലും ഞാൻ അവളുടെ പുറകെ പോയി ക്യാമറ പിടിച്ചു കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ ഹാളിൽ ഒരു വിരിച്ച് കുഞ്ഞിനെ അവിടെ കിടത്തി കേട്ടോ. കിടത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ചിക്കൻ പിന്നെ ദം ബിരിയാണിയാണ്. പിന്നെ നല്ല അടിപൊളി മാങ്ങയച്ചാറ്, ചിക്കൻ ഫ്രൈ, സാലഡ്, അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, എല്ലാം സൂപ്പറായിരുന്നു. ഇത് കണ്ട ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണി എല്ലാം അവർ നമുക്കെല്ലാം അടിപൊളി സെറ്റപ്പാക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നേ. ഇക്കയും ചേച്ചിയും മോളും പിന്നെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. അവർ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നേ. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായി വെള്ളം വരുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ ചേച്ചി അതൊക്കെ വിളമ്പി കൊടുത്ത് പ്രിൻസ് അണ്ണയ്ക്കയും ബീഫ് ബിരിയാണി കേട്ടോ തിന്നേ. ഞാനും അമ്മയൊക്കെ ചിക്കൻ ബിരിയാണി, പിന്നെ ലച്ചു ഇത്തിരി ബീഫ് ബിരിയാണി തിന്നേ. ഇത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആട്ടോ. ഇത് അവിടുത്തെ മോളുണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഇതെൻ്റെ പ്ലേറ്റാണ്, ഇത് പ്രിൻസ് അണ്ണൻ്റെ. അപ്പോൾ ഞങ്ങളിത് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് വിശ്രമം വേണ്ടേ. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് എന്തോ അന്താരാഷ്ട്ര കാര്യം പറയുക കേട്ടോ. അവിടെ ചേച്ചി അനിയത്തിയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ അമ്മ ഇരിക്കുന്നു, ലച്ചു ഒരു ഫോണും കൊണ്ടൊരു മൂലയിൽ കയറിയിരുന്നു. ചേച്ചി അവിടെ അടുക്കളയിൽ പാത്രം കഴുകലോ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്ന് കുഞ്ഞാവ അപ്പുറത്തേനും അങ്ങ് ഉറങ്ങി കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇതെല്ലാം കഴിച്ച് പാവണ്ണ അവിടെ കിടപ്പായ അവസാനം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം കാണാൻ ചേച്ചി അടുത്ത സാധനങ്ങളും കൊണ്ടുവരുവാണ് കേട്ടോ. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് ഇത് നൊസ്റ്റാൾജിയ കേട്ടോ. ഇതിനകത്ത് മൊത്തം അവരെവിടോ കടക്കിലമ്പലത്തിലാന്ന് തോന്നുന്നു പോയപ്പോൾ വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ട നമ്മുടെ പണ്ടത്തെ ഭാഗ്യമുട്ടായി, പിന്നെ ഇത് മറ്റേ ഇഞ്ചി മുട്ടായി ഉണ്ടല്ലോ അത്, പിന്നെ അത് ഷിഹ എടുത്ത് കാണിക്കും കേട്ടോ. അത് പുളിമുട്ടായി, പിന്നെ എള്ളുമുട്ടായി, പിന്നെ ഇതാണ് പുളിമുട്ടായി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ പുളിമുട്ടായി. പിന്നെ എന്തുവാ, ഇത് മിച്ചർ മുട്ടായി, പിന്നെ ഇത് മറ്റേ ഇല്ല കമ്പ് മുട്ടായി ഉണ്ടല്ലോ, പണ്ടത്തെ കമ്പ് മുട്ടായി, പിന്നെ ഇത് ജീരക മിഠായി, പിന്നെ എന്തുവായിരുന്നു, ഇത് നമ്മുടെ ഗ്യാസ് മുട്ടായി, പിന്നെ ഇത് മറ്റേ നാരങ്ങ മുട്ടായി, പിന്നെ എന്തായിരുന്നു, ജാനി അവിടെ ഉറിഞ്ചിക്കൊണ്ട് നടക്കുക പുളിമുട്ടായിയും കമ്പുമുട്ടായിയും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഒരുത്തിയിരുന്ന് പുളിമുട്ടായി തിന്നുക. പിന്നെ ചേച്ചി ഒരു ടിൻ അലുവയും കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് പച്ച അലുവ കഴിച്ചു കേട്ടോ. എനിക്ക് പച്ച അലുവ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കുറേ കൊള്ളികളുണ്ടല്ലോ അത്, പിന്നെ എന്തായിരുന്നു ചേച്ചി തന്നത്, കടലയാന്ന് തോന്നുന്നു. അതെ, കടല.
കടല, പിന്നെ കുറേ സ്നാക്സ് ആയിട്ട് ഇതെല്ലാം നമുക്ക് കഴിക്കാൻ കൊണ്ടുവന്ന കേട്ടോ. പക്ഷേ ആ ബിരിയാണിയൊക്കെ തിന്നപ്പോഴത്തേനും വയറ് നിറഞ്ഞു പോയി. ഇത് സ്നാക്സ് ഇതൊന്നും നമ്മൾ എടുത്തില്ല, എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പോലും വയ്യായിരുന്നു. പിന്നെ ഷിഹ പോയി അവിടെ ഒരു ഗാലക്സി മിഠായി എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് ലച്ചുവിന് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് പിന്നെ ചേച്ചി വേറെ എന്തോ എടുത്തുകൊണ്ട് വരുക. ഇത് നമ്മുടെ പിന്നെ എന്തുവാ, ഞാൻ മറന്നും പോയല്ലോ. നമ്മുടെ ഈ മിഠായി ഉണ്ടല്ലോ, അത് ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് എനിക്ക് അലുവ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയും കഴിച്ചിട്ട് ഇച്ചിരി അലുവ കണ്ടപ്പോഴത്തേനും എനിക്ക് കൊതി വന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല രസമായിരുന്നേ, എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. നല്ല സ്നേഹമുള്ളവരാട്ടോ. നമുക്ക് നമ്മുടെ റിലേഷനിൽ പോലും ഇങ്ങനെ ഇത്ര സ്നേഹം കാണത്തില്ല കേട്ടോ. ഭയങ്കര കാര്യമാണ് ഞങ്ങളുടെ അടുത്ത്. നമുക്ക് തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് ടാറ്റയും പറഞ്ഞിറങ്ങി. ഞങ്ങൾ പിന്നെ വേറൊരു വീട്ടിൽ വന്നു കേട്ടോ. ഇതും അണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഇവിടെ കയറി നമ്മൾ ഇതാണ് നമ്മുടെ പ്രശാന്ത് അണ്ണൻ്റെ വീട്. അവിടെ കയറി നമ്മൾ അവിടെ കുറേ മാവും ഇതേപോലെ ചെറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊക്കെ പറിച്ച് പിന്നെ കണിക്കൊന്നയൊക്കെ കണ്ടോ, ഇപ്പോഴേ കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കും. അങ്ങനെ ചേച്ചിയെ കണ്ട്, ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ചേച്ചിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.